ഹലോ. ഹലോ. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒന്ന് പറയൂ. നമസ്കാരം. നമസ്കാരം. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോ. 25 സെപ്റ്റംബർ 1971. ഇത്തിരി ഉറച്ചൊന്ന് പറയണേ. 25 സെപ്റ്റംബർ 1971 രാത്രി 9:20. എവിടെയാ ജനിച്ചേ? ഞാന് കൊല്ലം എന്ന സ്ഥലത്താണ് ജനിച്ചത്. അനിഴാണ് നക്ഷത്രം. നിങ്ങൾക്ക് എന്താ പേരെന്താ? സതീശൻ നായർ. സതീശൻ നായർ. നിങ്ങൾക്ക് അല്പം മോശമാണ് സമയം. കാരണം അഷ്ടമത്തിൽ വ്യാഴവും ഏഴര ശനിയും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വല്ലാത്ത സമയമാണ്. അത് സാമ്പത്തികമായ കുറെ നഷ്ടങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കും. മാനസികമായി വല്ലാത്ത പ്രയാസമൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ജൂലൈ മാസം 13-ാം തീയതി വരെ നല്ലതുപോലെ ശ്രദ്ധിച്ചോണം എല്ലാ കാര്യങ്ങളും. മനസ്സിലായോ? സാമ്പത്തികമായിട്ട് സാർ, എനിക്ക് നിങ്ങൾ പറയുന്നു കുറച്ചുകൂടി ഒന്ന് ഉറച്ചു പറഞ്ഞിരുന്നെങ്കിൽ വലിയ ഉപകാരം. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വരവും ചെലവും ഒരു തരത്തിലും അങ്ങോട്ട് മാറ്റാവുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പൊ അങ്ങനെയുള്ള സമയമാണ് ശരിക്കും. അനിഴ നക്ഷത്രത്തിൽ പൊതുവെ പിന്നെ നിങ്ങൾക്ക് ദശാകാലഘട്ടം അത്ര അനുകൂലമല്ല. എനിക്ക് ഇപ്പോ എങ്ങനെയാണ് സാമ്പത്തികമായ കാര്യങ്ങൾ ഞാൻ ഒരുപാട് ജ്യോത്സ്യരെ കാണി, ഒരുപാട് അറിയുന്ന അവരെയും പറഞ്ഞിട്ടുള്ള പരിചയക്കാരെയും കൂടെ ഒക്കെ ഒരുപാട് ജ്യോതിഷന്മാരെ ഞാൻ കണ്ടു. അവരൊക്കെ പറഞ്ഞതനുസരിച്ചുള്ള പൂജാ പരിഹാര കാര്യങ്ങളൊക്കെ ഞാന് പറയുന്നത് പോലെ കൃത്യമായി ചെയ്തിട്ട് കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് പൂജ ഹോമമൊക്കെ നടത്തിയ ഹോമങ്ങളും പൂജകളും എൽഎസുകളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതെല്ലാം എന്നാ നമുക്ക് ചേട്ടാ ഒരു ചെറിയ പരിഹാരം കൂടെ ചെയ്യാം. നിങ്ങളൊരു കാര്യം ചെയ്യൂ. നമുക്ക് ഒരു പിന്നെ ഈ ധനാകർഷണ ഭൈരവ ഹോമം എന്ന് പറഞ്ഞിട്ടൊരു ഹോമമുണ്ട്. അത് ഒരു 21 എണ്ണം ഒന്ന് നടത്തണം. അതൊരു 15,000 രൂപ വെച്ച് ഒരെണ്ണത്തിന് ചെലവാവും ഏകദേശം. കാരണം അതിന്റെ ഹോമത്തിന്റെ കാര്യങ്ങളും കുറെ ആളുകളൊക്കെ ഇരുന്ന് വേണം ചെയ്യാൻ വേണ്ടിയേ. അതൊരു 21 എണ്ണം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജാതകത്തിൽ ഈ 8-ൽ നിൽക്കുന്ന രാഹുവിന്റെ ദോഷത്തിന് നമുക്ക് ഒരു പിന്നെ അതിനെ ഒന്ന് ആവാഹിച്ച് ഒന്ന് ഒരു സ്വർണ്ണ പ്രതിമയിൽ അടക്കം ചെയ്തൊന്ന് ഉച്ചാരിക്കുകയൊക്കെ വേണം. അതിനൊരു 10-25,000 രൂപ ചെലവാ. ശരി ശരി. അപ്പൊ അതൊന്നും ചെയ്യാമെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. ചെയ്യാമായിരുന്നു. എന്ന് തുടങ്ങണം, എന്ന് എവിടെ, എങ്ങനെയാണ്, എവിടെ ആരെ കാണണം, എങ്ങനെ ആരെങ്കിലും പറയുന്ന കേട്ട് പൂജയൊക്കെ ചെയ്ത് പൈസ കളഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ പൈസ നിൽക്കും? എല്ലാ ചിന്തമാർക്കും നമ്മള് അല്ല, ഞാൻ പറയുന്നേക്കൂ. ആരെങ്കിലും എന്തെങ്കിലും പൂജ ചെയ്യണം, ഹോമം ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ലക്ഷങ്ങൾ മുടക്കാൻ പോയാൽ പിന്നെ നിങ്ങൾ ഈ പൈസയുടെ പോക്കിപ്പോ മനസ്സിലായില്ല എന്തുകൊണ്ടാണെന്ന്. ആദ്യമായിട്ട് സാമ്പത്തികമായി ഒരു അച്ചടക്കം പുലർത്താൻ വേണ്ടി ശ്രമിക്കുക. ആരെങ്കിലും ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ആവശ്യമില്ലാതെ ഇപ്പൊ ഞാൻ പറഞ്ഞ പൂജ ഹോമം എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 ലക്ഷം രൂപ വരും. നിങ്ങൾ ഇതെല്ലാം കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ പോകത്തല്ലേ ഉള്ളൂ. എങ്ങനെ അങ്ങനെ കുറെ പൈസ ചെലവാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയോ? പ്രയോജനം എനിക്ക് ഇന്നും ഞാൻ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് പൈസ മുടക്കാതിരിക്കാൻ വേണ്ടി ആദ്യം ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി മുടക്കാന്ന് പറഞ്ഞ പൈസ സേവ് ചെയ്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയേറെ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. പിന്നെ കഴിവതും നിങ്ങൾ നിങ്ങളുടെ ചെലവുകൾ ഒന്ന് നിയന്ത്രിച്ച് എഴുതി ഒരു ഡയറിയിൽ സൂക്ഷിക്കുക. ATM കാർഡ് ഉപയോഗിച്ച് പണം എടുക്കുന്ന ഇടപാടുകൾ നാട്ടിൽ നിൽക്കുമ്പോൾ നടത്താതിരിക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ATM കാർഡ് കൊണ്ട് പോകാതിരിക്കുക. നമുക്ക് പൈസ പെട്ടെന്ന് എടുക്കാനുള്ളൊരു സോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് ചെലവഴിക്കും. അതേസമയം നിങ്ങൾ അങ്ങനെ ചെലവഴിക്കാതെ ദൂരയാത്രകൾക്ക് പോകുമ്പോൾ മാത്രം അത്തരത്തിൽ ATM ഉപയോഗിക്കാൻ ശ്രമിക്കുകയും നമുക്ക് പെട്ടെന്ന് പണം എടുക്കാൻ പറ്റുന്ന മാർഗങ്ങളൊക്കെ ഉപേക്ഷിക്കുക. കണക്കുകൾ എഴുതി സൂക്ഷിക്കുക. ആവശ്യമില്ലാണ്ട് പോയി ഞാൻ അടക്കമുള്ള ജ്യോത്സ്യന്മാരെ കാണാതിരിക്കുക. എന്തെങ്കിലും നിർണായകമായ ഘട്ടത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ പോകണമെന്നുണ്ടെങ്കിൽ മാത്രം എന്നെയോ അതുപോലുള്ള ജ്യോത്സ്യന്മാരെയോ കാണുക. വെറുതെ പൂജ ചെയ്ത് പൈസ എല്ലാം കളഞ്ഞിട്ട് എനിക്ക് പൈസ കിട്ടുന്നില്ലേ, പൈസ നിൽക്കുന്നില്ലേ എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളേ? അല്ലെ ഞാൻ ചോദിക്കാം. നമുക്ക് ലോജിക്കലി ഒന്ന് ചിന്തിച്ചു നോക്കും. ചേട്ടൻ പറയുന്ന പൂജകൾ ഹോമങ്ങൾ ഞാൻ വരെ പറഞ്ഞ പൂജ ചെയ്യാൻ ഞാൻ പോലും ഞെട്ടിപ്പോയി. ഇങ്ങനെ ചെയ്യാതെ ഒരാൾ പറയുന്നത്. സുഹൃത്തിനോട് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യാൻ. ഞാൻ വിചാരിച്ചു അല്ലല്ല ചേട്ടാ, ഒരിടത്തും പോയി പൂജ നമുക്ക് ഹോമം നടത്തിയുള്ള പുണ്യൊന്നും വേണ്ട. അതൊക്കെ വെറുതെയാ. ഇപ്പൊ തന്നെ ചേട്ടൻ 2-3 ലക്ഷം രൂപ എന്നോട് മുടക്കാന്ന് പറഞ്ഞേക്കുന്നേ. ആ പൈസ സേവ് ചെയ്താൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തൂടെ? നിങ്ങൾക്ക് കൂടുതൽ ഡെവലപ്പ് ആയിക്കൂടെ? വലിയ സന്തോഷം. ആദ്യമായിട്ട് ഇങ്ങനൊരു അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കൂ. ജൂലൈ മാസം 13-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് സമയം നല്ലതാ. അപ്പൊ പൈസ മുടക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് വെച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക കേട്ടോ. ഓക്കെ ശരി.